ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22 ഞായർ, മുഹറം 14. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. ഇന്ത്യക്കാർക്ക് സന്ദർശക വിസയിലും ദുബായിലേക്ക് പറക്കാം. കണ്ണൂർ സ്വദേശി ഒമാനിൽ മരിച്ചു. UAE-യിൽ വാക്സിൻ സ്വീകരിക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസത്തിലൊരിക്കൽ PCR പരിശോധന. UAE-യിൽ ഇന്നും 1000-ലേറെ പേർക്ക് കോവിഡ്, 2 മരണം. ഒമാനിൽ കോവിഡ് മുക്തരുടെ എണ്ണം രോഗികളുടെ ഇരട്ടിയായി. ഖത്തറിൽ ഇന്നും രോഗമുക്തി കൂടുതൽ, പുതുതായി 205 പേർക്ക് കോവിഡ്. ഖത്തർ ഷൂറ കൗൺസിൽ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ 2-ന്, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. 48,000 ഡോസ് അസ്ട്രാസെനക വാക്സിൻ ഖത്തറിലെത്തി. കോവിഷീൽഡ് 1 ഡോസ് എടുത്ത ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രയോജനം. കാബൂളിൽ നിന്ന് ദോഹയിലെത്തിച്ച ഇന്ത്യക്കാർ സുരക്ഷിതരായി നാടണഞ്ഞു. 300 ചതുരശ്ര മീറ്റർ 300 കിലോ പൂക്കളാൽ അബുദാബിയിൽ വിസ്മയ പൂക്കളമൊരുക്കി ആരോഗ്യ പ്രവർത്തകർ. സൗദിയിൽ ഇന്ന് പുതിയ കോവിഡ് രോഗികൾ 400-ന് താഴെ. സൗദിയിൽ ഓഗസ്റ്റ് 29 മുതൽ സ്കൂളുകൾ തുറക്കുന്നു, അധ്യാപകർ എത്തിത്തുടങ്ങി. കേരളത്തിൽ ഇന്ന് 10,402 പേർക്ക് കോവിഡ്, 66 മരണം. കാബൂൾ വിമാനത്താവളത്തിൽ തിരക്ക് രൂക്ഷം, 7 പേർ കൊല്ലപ്പെട്ടു. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിബന്ധനകളോടുകൂടി സന്ദർശക വിസയിലും ദുബായിലേക്ക് പറക്കാം. ഇന്ത്യ, നേപ്പാൾ, നൈജീരിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇതല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസമെങ്കിലും താമസിച്ചാൽ ദുബായിലേക്ക് സന്ദർശക വിസയിൽ വരാമെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവസാനം 2 ആഴ്ച തങ്ങിയ രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും PCR പരിശോധനാ നിബന്ധനകൾ. യാത്രക്കാർക്ക് GDRFA അനുമതി നിർബന്ധമാണ്. ഒപ്പം യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനിടെ എടുത്ത PCR പരിശോധനാ ഫലവും ഹാജരാക്കണം. ഒമാനിലെ ബർക്കയിൽ മലയാളി മരിച്ചു. തലശ്ശേരി കതിരൂർ ജൂബിലി റോഡിൽ താമസിക്കുന്ന വി അബ്ദുള്ളയുടെ മകൻ മണ്ണന്റെവിട അബ്ദുൽ ആരിഫാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. UAE-യിൽ വാക്സിൻ എടുക്കാത്ത സർക്കാർ ജീവനക്കാർ 2 ദിവസത്തിലൊരിക്കൽ കോവിഡ് PCR പരിശോധന നടത്തണം. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് പുറത്തിറക്കിയ സർക്കുലറിലാണ് ഈ വിവരം വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ ഫെഡറൽ ഗവൺമെന്റ് വിഭാഗങ്ങളിലെയും മന്ത്രാലയങ്ങളിലെയും ജീവനക്കാർക്ക് ഇത് ബാധകമാണ്. ഓഗസ്റ്റ് 29 മുതലാണ് പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരുന്നത്. UAE-യിൽ 1076 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം. ചികിത്സയിലായിരുന്ന 1649 പേർ സുഖം പ്രാപിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. പുതിയതായി നടത്തിയ 3,09,026 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് ഇത്രയും രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,09,378 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഒമാനിൽ പുതിയ കോവിഡ് കേസുകളിൽ കാര്യമായ കുറവ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത് 385 പേർക്ക് മാത്രമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 694 പേർ രോഗമുക്തി നേടി. ചികിത്സയിലായിരുന്ന 11 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ 3,01,299-ഉം ആകെ മരണസംഖ്യ 4,031-മായി. ഖത്തറിൽ ഇന്ന് 205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 75 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 130 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 24 മണിക്കൂറിനിടെ 248 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 2,27,445-ആയി. രാജ്യത്ത് ഇന്നും കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ കോവിഡ് മരണം 601 ആണ്. 2,791 പേരാണ് ഖത്തറിൽ നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. ഖത്തർ ഷൂറ കൗൺസിൽ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. പത്രികകൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഷൂറ കൗൺസിൽ തിരഞ്ഞെടുപ്പ് മേൽനോട്ട കമ്മിറ്റി അറിയിച്ചു. വോട്ടർമാരുടെ രജിസ്ട്രേഷൻ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. 5 ദിവസമാണ് പത്രിക സമർപ്പിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ചയാണ് അവസാന ദിവസം. സെപ്റ്റംബർ 15-ന് അന്തിമ പട്ടിക പ്രഖ്യാപിക്കും. തുടർന്ന് പ്രചാരണം ആരംഭിക്കും. വോട്ടിംഗ് നടക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് പ്രചാരണം അവസാനിപ്പിക്കണം. ഒക്ടോബർ 2-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.
കോവാക്സുമായുള്ള സ്വാശ്രയ കരാറിന്റെ ഭാഗമായി 48,000 ഡോസ് അസ്ട്രാസെനക്ക വാക്സിൻ ഖത്തറിലെത്തി. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിന്റെ 1 ഡോസ് എടുത്തു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. കോവിഷീൽഡിന്റെ 1 ഡോസ് എടുത്തവർക്ക് 2ാം ഡോസായി ഖത്തറിൽ അസ്ട്രാസെനക്കയാണ് നൽകിയിരുന്നത്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് ദോഹയിലെത്തിച്ച 135 ഇന്ത്യക്കാർ സുരക്ഷിതരായി നാടണഞ്ഞു. ആദ്യ ബാച്ചിലെ 135 ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിച്ചതായി ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കാബൂളിൽ നിന്ന് US വിമാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യൻ പൗരന്മാരെ ദോഹയിലെത്തിച്ചത്. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 403-99877 or 666-14796. Alrasa, capturing your best moments. മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന ആരോഗ്യ പ്രവർത്തകരും കോവിഡിനെ അതിജീവിച്ചവരും ഒത്തുചേർന്ന് അബുദാബിയിൽ ഭീമൻ പൂക്കളം ഒരുക്കി. കോവിഡിന്റെ തുടക്കകാലത്ത് രോഗികൾക്ക് ചികിത്സയൊരുക്കാനുള്ള പ്രത്യേക കേന്ദ്രമായി പ്രവർത്തിച്ച ബുർജിൽ മെഡിക്കൽ സിറ്റിയിലാണ് വർണ്ണവിസ്മയം ഒരുങ്ങിയത്. ഉത്രാടനാൾ ഉച്ചയ്ക്ക് 2-ന് തുടങ്ങിയ പൂക്കളമിടൽ 16 മണിക്കൂറിലേറെ നീണ്ടു. തിരുവോണ ദിവസം രാവിലെ പൂർത്തിയായ പൂക്കളത്തിനായി 300 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. മധുരയിൽ നിന്ന് പ്രത്യേക കാർഗോ വിമാനത്തിലാണ് ഇതിനായി പൂക്കളെത്തിച്ചത്. ആശുപത്രിയിലെ 40-ലേറെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും കോവിഡിനെ അതിജീവിക്കുകയും ചെയ്തവരും പൂക്കളമിടുന്നതിൽ പങ്കാളികളായി. സൗദിയിൽ 384 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 737 പേർ രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,41,994 ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 5,28,636 ഇന്ന് 12 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,481 നിലവിൽ 4,877 പേരാണ് ചികിത്സയിലുള്ളത്. സൗദിയിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്റർമീഡിയറ്റ് സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ ഇന്നലെ മുതൽ എത്തിത്തുടങ്ങി. കോവിഡിനെ തുടർന്ന് 1.5 വർഷത്തോളം അടച്ചിട്ട സ്കൂളുകൾ ഓഗസ്റ്റ് 29 ഞായറാഴ്ച മുതൽ തുറക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനാണ് ഒരാഴ്ച മുമ്പ് അധ്യാപകർ സ്കൂളുകളിലെത്തിയത്. ഓഗസ്റ്റ് 22 ഞായറാഴ്ച മുതൽ അധ്യാപകർ സ്കൂളുകളിൽ ഹാജരാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് 10,402 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 1,577, കോഴിക്കോട് 1,376, പാലക്കാട് 1,133, എറണാകുളം 1,101, തൃശൂർ 1,007, കണ്ണൂർ 778, കൊല്ലം 766, ആലപ്പുഴ 644, തിരുവനന്തപുരം 484, കോട്ടയം 415, പത്തനംതിട്ട 338, ഇടുക്കി 275, വയനാട് 265, കാസർഗോഡ് 243 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,406 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.41. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 66 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 19,494. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 25,586 പേർ രോഗമുക്തി നേടി. Alivia Medical Center, Al-Mashaf near Grand Hypermarket. Wellness in Reach. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 44412999. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ഹാമിദ് കർസായി വിമാനത്താവളത്തിന് സമീപം രാജ്യം വിടാൻ ശ്രമിക്കുന്നവരുടെ തിരക്ക് രൂക്ഷം. തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചതായി ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മരണപ്പെട്ട 7 പേരും അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണ്. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി UK പ്രതിരോധ മന്ത്രാലയം വക്താവ് പറഞ്ഞു. അതേസമയം 7 പേർ എപ്പോഴാണ് മരിച്ചതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ തിരക്കിൽപ്പെട്ട് 4 പേർ മരിച്ചിരുന്നു. ഇവരെയും കൂടി ഉൾപ്പെടുത്തിയ കണക്കാണോ പുറത്തുവിട്ടതെന്ന് വ്യക്തമല്ല. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 32 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.